ഞാൻ എന്ത് പറഞ്ഞാലും അത് ഇവിടെ ചെയ്തു തരാൻ ആരുമില്ല. എന്റെ കൂട്ടുകാരിയുടെ കല്യാണമാ, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണം, കൊടുക്കാൻ വേണം. എടി മനഃപൂർവ്വം അല്ലല്ലോ, 2 മാസമായി ഞാൻ ജോലിക്ക് പോയിട്ട്, അതുകൊണ്ടല്ലേ. ജോലി പോയതേ നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ടല്ലേ. നിങ്ങളുടെ അമ്മ ഓരോ തവണ ചോദിക്കുമ്പോ പൈസ അങ്ങ് എടുത്തു കൊടുത്തിട്ട് ആ പൈസ തിരിച്ചടക്കാൻ പറ്റത്തോണ്ടല്ലേ ജോലി പോയത്, അല്ല ഞാൻ കാരണമാണോ? എടി എന്ന് നിന്നെ ഈ വീട്ടിൽ കെട്ടിക്കൊണ്ട് വന്ന് അന്നോട്ട് തുടങ്ങിയത് ഈ വീട്ടിലെ കഷ്ടപ്പാട്. നിനക്ക് അവളുടെ ഫംഗ്ഷന് പോകണം, ഇവരുടെ ഫംഗ്ഷന് പോകണം, എന്ത് പൈസ ആയിട്ട് നീ എന്റെ ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിച്ചത്? എന്നിട്ട് നീ ഇപ്പൊ എല്ലാം കൂടെ എന്റെ തലയെ കൊണ്ടിടുവാണോ? നിങ്ങളും എന്റെ മോശമൊന്നുമല്ലല്ലോ. ഉള്ള കുടുംബക്കാരെയും വീട്ടുകാരെയും കല്യാണത്തിനും അതിനൊക്കെ ഇങ്ങനെ പൈസ വാങ്ങിച്ചല്ലേ നിങ്ങൾ പോയത്. പോരാത്തന്നെ നിങ്ങളുടെ മോടെ കല്യാണം നടത്തിയതേ എന്റെ സ്വർണം കൊണ്ട് വിറ്റിട്ടല്ലേ, അതിന് കുഴപ്പമൊന്നുമില്ലേ? ആണെങ്കിലേ ഞാൻ എന്ത് കഷ്ടപ്പെട്ടവനെ പഠിപ്പിച്ചതെന്നറിയാവോ, എന്ത് കാശ് മുടക്കിയെന്ന് നിനക്കറിയാവോ? പിന്നെ നീ പറഞ്ഞത് നിന്റെ സ്വർണം വിറ്റിട്ട് എന്റെ മോടെ കല്യാണം നടത്തിയത്. ഡേഡി നോക്ക്, എന്റെ കയ്യിലെ വള കൊണ്ട് വെച്ചിട്ടാണ് നിന്റെ പ്രസവ ചെലവ് നടത്തിയത്. എന്റെ അമ്മയൊന്നും മിണ്ടാതിരിക്കാൻ. നീ അതേ നിന്റെ ഭാര്യയുടെ വായടപ്പിക്കാൻ നോക്കണ. അതെ, അത് എന്റെ ഭർത്താവാ. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ ആരാ? എന്നോട്ടാടി നിനക്ക് ഭർത്താവായത്? ഞാൻ കഷ്ടപ്പെട്ട് പ്രസവിച്ച് ഹലോ സാർ. ഹലോ, വിഷ്ണു അല്ലേ? അതെ. മുത്തൂർ ഫിനാൻസിൽ നിന്നാണ്. നിങ്ങളുടെ ലോൺ എമൗണ്ട് ഒക്കെ പെൻഡിങ് ആണല്ലോ, എന്താ ക്ലോസ് ചെയ്യാതെ? ഇങ്ങനെ പോവാണെങ്കിൽ നിങ്ങളുടെ ID ബ്ലോക്കും ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യും കേട്ടോ. സാർ ഞാനത് ക്ലോസ് ആയിക്കോളാം. എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. 24 മണിക്കൂറിനുള്ളിൽ പൈസ അടച്ചില്ലെങ്കിൽ ഇത് വിഷയമാവും. ഓക്കെ.